നമുക്കറിയാലോ, ഇന്നൊരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് HR. പ്രൊഡക്റ്റീവ് അല്ലാത്ത സ്റ്റാഫാണ് കിട്ടുന്നതെങ്കിൽ അത് സ്ഥാപനത്തിനെ നന്നായിട്ട് ബാധിക്കും. അപ്പം പ്രൊഡക്റ്റീവ് സ്റ്റാഫിനെ തപ്പണ സമയത്ത് നമുക്ക് സാധാരണ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നമ്മുടെ കമ്പനിയേക്കാൾ വലിയ കമ്പനികളിൽ നിന്ന് ആളുകൾ വരും. അത്തരം ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ്. കാര്യം തരൂ, അവർ വലിയ കമ്പനിയുടെ ഒരു ചെറിയ മോഡ്യൂളെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവർ പറയുമ്പോൾ വലിയ ജാർഗൺസ് ഒക്കെ പറയും. പക്ഷെ അത് നമുക്ക് ഒട്ടും ഗുണകരാവില്ല. അവർ സംസാരത്തിനകത്ത് എന്ത് ഇന്ത്യ എല്ലാം ബോംബെ എന്ന് പറയണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഒന്നും അറിയില്ല. അപ്പം നമ്മളൊരു കമ്പനി ഗ്രോ ചെയ്യുന്ന കമ്പനി നമ്മളൊരാളെ എടുക്കുന്ന സമയത്ത് നമ്മളെക്കാട്ടിലും താഴ്ന്ന കമ്പനിക്ക് ഒപ്പം നമ്മുടെ ഒപ്പം വർക്ക് ചെയ്ത ഒരാളല്ല എന്നുണ്ടെങ്കിൽ ആ കക്ഷി നമുക്ക് ഗുണകരമായിട്ട് വരില്ല എന്ന് ഒരു റിക്രൂട്ട്മെന്റിനകത്ത് പ്രത്യേകിച്ചും HR ശ്രദ്ധിക്കണം. നല്ല ആളുകളെ, പ്രൊഡക്റ്റീവായ ആളുകൾ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കയറ്റാൻ പാടുള്ളൂ എന്ന ചിന്തയോടുകൂടി എടുക്കുമ്പോൾ താഴ്ന്ന തലത്തിൽ നിന്ന് വളരാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത്.